ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വിൻഡോസ് 11 എങ്ങനെ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഡിവൈസിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാമെന്നുള്ള കേട്ടോ ഗൈസ്. ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതായത് വിൻഡോസ് 11 അറിയുന്നവർക്ക് മാത്രം ഇത് കണ്ടാൽ മതി. അറിയാത്തവന്മാർ കയറി ഇത് ഡൗൺലോഡ് ചെയ്ത് വിൻഡോസ് എൻ്റെ സിസ്റ്റം അടിച്ചു പോയി എന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് റെസ്പോൺസിബിൾ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ സേഫ്റ്റി സൈഡ് വെച്ച് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. എനിക്ക് അത്യാവശ്യം അറിയാം ഇൻസ്റ്റാളേഷൻ, വിൻഡോസ് ഇൻസ്റ്റാളേഷൻ അറിയുന്നതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് ഇനി വർക്കിലേക്ക് കടക്കാം, ഒട്ടും വൈകിപ്പിക്കേണ്ട ഗൈസ്. നമ്മൾ ആദ്യം തന്നെ വിൻഡോസിൻ്റെ മൈക്രോസോഫ്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ വിൻഡോസ് 11 ISO ഫയലാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നോർമലി സെറ്റപ്പ് ചെയ്യുമ്പം ISO ഫയലല്ല, നമ്മൾ ഡൗൺലോഡ് ചെയ്യുമ്പം അൺസപ്പോർട്ടഡ് എന്ന് പറഞ്ഞ് കാണിക്കും, നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതൊരു ഡിസ്ക് ആക്കി മാറ്റി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഗൈസ് നമ്മളിത് ലാംഗ്വേജ് എല്ലാം സെലക്ട് ചെയ്ത് ഞാൻ 64 ബിറ്റാണ് എൻ്റെ ലാപ്ടോപ്പ്. അപ്പോൾ ഞാൻ സിസ്റ്റത്തിനകത്ത് ഡൗൺലോഡ് ചെയ്തു. ഞാനിത് 100% ഡൗൺലോഡ് ചെയ്തു. ഗൈസ് ഡൗൺലോഡ് ആയതിനു ശേഷം ഇത് അങ്ങനൊരു ഫയലായിട്ട് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ മൗണ്ട് കൊടുക്കുക. മൗണ്ട് കൊടുത്തതിന് ശേഷം ഗൈസ് ഇങ്ങനെ ഒരു ബേൺ ഡിസ്ക് പോലെ ഒരു സംഭവം കാണാൻ പറ്റും ഗൈസ്. അതിൻ്റെ ഫോൾഡറിനകത്ത് പോയി കഴിഞ്ഞാൽ സെറ്റപ്പ് EXP എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ കഴിയും. അത് മാത്രമല്ല ഗൈസ്, നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം കമാൻഡ്, അതായത് CMD കമാൻഡ് പ്രോംപ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൈസ്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ഞാനിത് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്, കാരണം ഒരുപാട് ലോങ് ആവും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ജസ്റ്റ് ഒരു ഫോർമാറ്റ് കാണിച്ചു തരുന്നു എന്നുള്ളൂ. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ മറ്റുള്ള യൂട്യൂബേഴ്സിനെ ഇംഗ്ലീഷുകാർ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇത് എല്ലാവർക്കും ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമൊന്നുമില്ല ഗൈസ്. കമാൻഡ് പ്രോംപ്റ്റിനകത്ത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് CD സ്പേസ് അതുപോലെ എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ വരും. പിന്നെ അത് മാത്രമല്ല ഗൈസ്, സെറ്റപ്പ് നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു സെറ്റപ്പ് പ്രിപ്പറേഷൻ, അത് നമ്മൾ കമാൻഡ് പ്രൊമോട്ട് കൊടുത്ത് എൻ്റർ കൊടുത്താൽ ഇതേപോലെ ഓട്ടോമാറ്റിക്കലി വിൻഡോസിൻ്റെ 11 സെറ്റപ്പ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുമ്പം ആ ഒരു റിക്വയർമെൻറ്റ് കാണിക്കില്ല ഗൈസ്. ഇപ്പോൾ കണ്ടോ, നമുക്ക് സെറ്റപ്പ് ഓപ്ഷൻ കൊടുത്തു, എനിക്ക് സക്സസ് ആയിട്ട് എൻ്റെ സിസ്റ്റത്തിനകത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ചോദിക്കുന്നു റെഡി ടു ഇൻസ്റ്റാൾ ഗൈസ്. അതിൻ്റെ സ്ക്രീൻ റെക്കോർഡിങ് കഴിഞ്ഞു കേട്ടോ. ഞാനിതിപ്പം എൻ്റെ ഫോണിനകത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യാണ്. ഇത് ഗൈസ് നമ്മൾ ഫൈനലി സക്സസ്ഫുള്ളായിട്ട് നമ്മളിത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട് 11. ഞാൻ ശരിക്കും ഞാൻ വിചാരിച്ചു എന്തെങ്കിലും എറർ വരുമോ എന്നൊക്കെ ആദ്യം സംശയം ഉണ്ടായിരുന്നു ഗൈസ്. പക്ഷേ അങ്ങനെ ഒരു എറർ ഉണ്ടായില്ല. അതേ ഗൈസ്, നമ്മളെ വിൻഡോസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ സോണിയുടെ ലാപ്ടോപ്പാണ്. അപ്പം അതിനകത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, ഇൻസ്റ്റാളിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാണിക്കുന്നുണ്ട് ഗൈസ്. ഒരുപാട് സമയം എടുത്തു, 2 hour അപ്രോക്സിമേറ്റ്ലി ഒരു 2 hour എബോവ് എടുത്തു കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെ ഗൈസ് നമ്മുടെ വിൻഡോസ് 11 സക്സസ്ഫുള്ളി ഇൻസ്റ്റാൾ ആയിരിക്കുകയാണ്. കുറേ പ്രാവശ്യം ബൂട്ടായി റീസ്റ്റാർട്ടായി അങ്ങനെയൊക്കെ ഓരോ പ്രാവശ്യം ഓരോരോ അപ്ഡേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് നമുക്ക് ബൂട്ട് സ്ക്രീനിലേക്ക് ഓപ്പൺ ആയിട്ട് വന്നത്. ഇനിയിപ്പോൾ ഗൈസ് ഇതിൻ്റെ സെറ്റപ്പ് ചെയ്യണം. വിൻഡോസ് 11 ഗൈസ് ഞാൻ യൂസ് ചെയ്യാത്തതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു സെറ്റപ്പ് ചെയ്യാൻ. ഇപ്പോൾ ഗൈസ് ഞാനൊന്ന് വൈഫൈ കണക്ട് ചെയ്തിട്ടൊന്ന് സെറ്റപ്പ് ചെയ്തിട്ട് വരാം. അങ്ങനെ ഗൈസ് ഞാൻ സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞിട്ടില്ല കേട്ടോ ഗൈസ്, ഇനിയും ഉണ്ട് പ്രോസസ്സ്. അപ്പോൾ അത് ഓൾറെഡി ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു ശരിക്കും പറഞ്ഞാൽ അൺസപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനകത്ത് നമ്മൾ 11 ഇൻസ്റ്റാൾ ചെയ്തതാണ്. ശരിക്കും ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാം, അറ്റ്ലീസ്റ്റ് ഒരു 4 GB റാം ഉണ്ടായാൽ മതി, ഇനഫാണ്. അപ്പോൾ വലിയ കുഴപ്പമുണ്ടായില്ല ഗൈസ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ടായി. കാരണം ആ സെറ്റപ്പ് സ്ക്രീനകത്ത് വീണ്ടും എന്തോ ഒരു അപ്ഡേറ്റിൻ്റെ ഓപ്ഷൻ കാണിച്ചപ്പം അത് ഓക്കെ, നമ്മൾ നെറ്റ്വർക്ക് കണക്ട് ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും റീസ്റ്റാർട്ടായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നു കേട്ടോ. റീസ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പോൾ ഓഫായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഓണായി. അപ്പം PC അത് കാണിക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഗൈസ് ഇത് നല്ല ക്ഷമ എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. പിന്നെ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ കീ, അതായത് പ്രൊഡക്റ്റ് കീ ഉൾപ്പെടെയുള്ള ഫുൾ ഇൻസ്റ്റാളേഷൻ, അതായത് ജെനുവൻ ഇൻസ്റ്റാളേഷനാണ്, നോട്ട് പൈറസി. ഓക്കെ, എനിത്തിങ് ലൈക്ക് അങ്ങനെയൊന്നുമല്ല, നോൺ ജെന്യൂൻ അല്ല, ജെന്യൂൻ ആയിട്ടുള്ളതാണ് ഗൈസ്. അങ്ങനെ ഗൈസ് വീണ്ടും സെറ്റപ്പ് വന്നിരിക്കുകയാണ്. നമ്മൾ സെറ്റപ്പ് ആ ഒരു ഇനീഷ്യൽ സെറ്റപ്പ് എല്ലാം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് കൊടുത്തു. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, ചെറിയ ലാഗ് എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു അൺസപ്പോർട്ടഡ് ആയിട്ടുള്ളൊരു സിസ്റ്റത്തിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതാണ്. പിന്നെ അത് മാത്രമല്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൈസ് ഒരു ഏകദേശം സെറ്റപ്പ് കഴിയാൻ ഒരു 20-25 മിനിറ്റോളം എടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന് ഗൈസ് നമ്മൾ സിസ്റ്റത്തിനകത്ത് ഇതേ കാണിക്കുന്നുണ്ട് സക്സസ്ഫുള്ളി എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുണ്ട്. ഇതിപ്പം സക്സസ് ആയിട്ട് എന്താ പറയുക, ആ ഒരു ഫൈനൽ സെറ്റപ്പ് പേജിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഗൈസ് നമുക്കത് ഓണായി കിട്ടണം എന്നുള്ളതാണ്. ഞാനാണെങ്കിൽ ഗൈസ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം ഞാൻ തന്നെ എൻ്റെ കഴിവ് തെളിയിച്ചു. ഞാൻ തന്നെ ഒരു വിൻഡോസ്
അത് ഗൈസ് നമ്മളൊരു ഫോണിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്ന പോലെയല്ല ഗൈസ്, ഇത് ISO ഫയലൊക്കെ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ഗൈസ് ഒരു എക്സ്ട്രാ ഓർഡിനറി ടെക്നോളജി ബ്രെയിനൊക്കെ വേണം ചെയ്യണമെങ്കിൽ. അപ്പോൾ ഞാൻ ബ്രില്യൻ്റ് ആണെന്ന് എനിക്ക് തോന്നി. അത്ര ബ്രില്യൻ്റ് എന്നല്ല, എന്നാലും എനിക്ക് ആ ഒരു സക്സസ് ആവും, ആ ഒരു ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞല്ലോ ഗൈസ്, അതുകൊണ്ട് ഭയങ്കര സന്തോഷം. അങ്ങനെ ഗൈസ് നമ്മുടെ സിസ്റ്റം സക്സസ്ഫുള്ളി വിൻഡോസ് 11 അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. വിൻഡോസ് 11 പ്രോ ആണ്, പ്രോ വെർഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് വിത്ത് ലൈസൻസ് കീ. ഓക്കെ, ലൈസൻസ് കീയോട് കൂടിയാണ് ഗൈസ്. ഇതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ആകെ ഡിഫറൻ്റ് ആട്ടോ. നമ്മൾ വിൻഡോസ് 10 അതുപോലെ വിൻഡോസ് 8 ഒന്നും യൂസ് ചെയ്ത പോലെയല്ല, കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഞാൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ കാരണം തന്നെ ഗൈസ് ഒരു കൗതുകം തോന്നിയിട്ട് ഇൻസ്റ്റാൾ ചെയ്താട്ടോ. പിന്നെ അത് മാത്രമല്ല ഇത് macOS നമ്മുടെ ആപ്പിളിൻ്റെ PC പോലത്തെ ഒരു സിസ്റ്റമാണ്. എനിക്ക് ആ ഒരു സോഫ്റ്റ്വെയർ പോലെ തോന്നി. അപ്പോൾ എനിക്ക് ഗൈസ് അത് എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഗൈസ് ആ ഒരു താഴെയുള്ള ടാസ്ക് ബാർ ഒക്കെ ഉണ്ടോ, അത് കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആട്ടോ. പിന്നെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തപ്പം ആദ്യം ഗൈസ് നമ്മൾ സെറ്റപ്പ് കഴിഞ്ഞ് സിസ്റ്റം എടുത്ത് നോക്കിയപ്പം ചെറിയ ലാഗ്, സെറ്റിങ്സ് ഒക്കെ ഓപ്പൺ ആവാൻ ഏകദേശം ഒരു 1 മിനിറ്റ് എടുത്തു. ആഫ്റ്റർ ദാറ്റ് കുറച്ച് കഴിഞ്ഞപ്പം ഒരു PC ഒരു 10 മിനിറ്റ്സ് ചുമ്മാ ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ടെല്ലാം സെറ്റ് ചെയ്തപ്പം PC കുറച്ചും കൂടെ സ്മൂത്ത് ആവാൻ തുടങ്ങി, ലാഗൊക്കെ മാറി തുടങ്ങി. അങ്ങനെ ഗൈസ് ഇൻസ്റ്റാളേഷൻ നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ചെയ്തു. ഇനിയിപ്പം റിസ്ക് ഒന്നുമില്ല, ഡെഡൊന്നും ആയില്ല, ബ്രിക്കും ആയിട്ടില്ല എവിടെ വെച്ചിട്ടും. പിന്നെ ഗൈസ് ഞാൻ വിൻഡോസിൻ്റെ ലൈസൻസ് കീ കാണിച്ചു തരാം. ആക്ടിവേഷൻ കീയിലകത്ത് നിങ്ങൾ പോയി കഴിയുമ്പോൾ കണ്ടോ ആക്റ്റീവ് ഉണ്ടോ, നിങ്ങൾ കാണിക്കുന്നുണ്ടോ? ആക്റ്റീവ് ആണ് എൻ്റെ പ്രൊഡക്റ്റ് കീ. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇതേ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു എന്താ പറയുക ഫുൾ വീഡിയോ ഞാൻ വിൻഡോസ് 11 യൂസ് ചെയ്തിട്ട് എനിക്ക് എങ്ങനെയുണ്ട്, അതുപോലെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ ഒക്കെ ഞാൻ പറയുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇതിൻ്റെ കൺട്രോൾ ബാർ കണ്ടോ ഗൈസ്, കറക്റ്റ് ആപ്പിളിൻ്റെ OS പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. കറക്റ്റ് വിൻഡോസ് ആണെന്ന് ഒരിക്കലും പറയില്ല. ഞാൻ ആക്ച്വലി എനിക്ക് കൗതുകം തോന്നി ഇൻസ്റ്റാൾ ചെയ്ത ഒരു സബ്ജക്റ്റ് ആട്ടോ. ഞാനും വലിയ ബ്രില്യൻ്റ് ഒന്നുമില്ല, കാരണം ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ട് ഏകദേശം എനിക്ക് ബ്രെയിനകത്ത് അത് ഇത് ചെയ്തിട്ട് ഞാൻ ആ ഒരു ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തതാണ്. എനിവേ അങ്ങനെ ചെയ്യാനും നമുക്കൊരു ധൈര്യം വേണം. അതുമാത്രമല്ല സിസ്റ്റം ഡെഡ് ആവാനും പാടില്ല, നെറ്റ്വർക്ക് നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. നമ്മൾ ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എനിക്ക് അപ്രോക്സിമേറ്റ്ലി 6.3 GB ആയിട്ടുണ്ട് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തപ്പം. അങ്ങനെ ഗൈസ് ഇതേ നമ്മൾ സെറ്റിങ്സ് ഒക്കെ നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കുഴപ്പമില്ല ഗൈസ്, എല്ലാം സക്സസ്ഫുള്ളായിട്ട്. പിന്നെ ഗൈസ് ഇതിൽ ഡാർക്ക് മോഡ് ഉണ്ട് കേട്ടോ, ഞാൻ എനേബിൾ ചെയ്ത് കാണിച്ചു തരാം ഗൈസ്. നമുക്കിതിൽ ഡാർക്ക് മോഡ് കണ്ടോ, ഡാർക്ക് മോഡ് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാട്ടോ. നമ്മൾ ഈ നൈറ്റ് ടൈമിൽ അല്ലെങ്കിൽ എപ്പോഴും ഡാർക്ക് മോഡ് യൂസ് ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് സ്ട്രെയിൻ ആയിരിക്കും. അപ്പോൾ ഞാൻ മോർ ടൈം പ്രിഫർ ചെയ്യുന്ന ഡാർക്ക് മോഡാണ്. അതെന്തായാലും ഇപ്രാവശ്യം വിൻഡോസ് 11 അവർ കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് 10 ഉണ്ടെങ്കിലും ഫുള്ളി ഡാർക്ക് മോഡിൻ്റെ ഓപ്ഷൻ അവർ വിൻഡോസ് 11 ഗൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.